ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. അതായത് 2025 ജനുവരി 20-നാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരത്തിലെത്തിയത്. അന്ന് മുതൽ ട്രംപിന്റെ പല വിചിത്രമായ തീരുമാനങ്ങൾക്കും ലോകം സാക്ഷിയായി. ആദ്യം രാജ്യങ്ങൾക്ക് മേൽ അന്യായമായ തീരുവ ചുമത്തി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 50% തീരുവയാണ് ചുമത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കടുത്ത വിസ നയങ്ങൾ, പ്രത്യേകിച്ച് H1B വിസ പോലുള്ളവയിൽ H1B വിസയുടെ ഫീസ് $1 ലക്ഷം ഉയർത്തി. അതിന്റെ അഭിമുഖങ്ങൾ മാസങ്ങളും വർഷങ്ങളും ഓളം നീളുന്നു. അങ്ങനെ പല വിചിത്രമായ തീരുമാനങ്ങൾക്കും ലോകം സാക്ഷിയായി. ശരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളെല്ലാം പ്രവചനാതീതമാണ്. ഡൊണാൾഡ് ട്രംപ് എപ്പോ എന്ത് എങ്ങനെ എവിടെ വെച്ച് ചെയ്യുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എടുത്താൽ ലോകത്തെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു എല്ലാ തീരുമാനങ്ങളും. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യവും വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ അമേരിക്കയുടെ പിടിയിലായതും ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ രണ്ടാമത്തെ ഊഴത്തിൽ പരമാധികാരവും സമ്മർദ്ദവും എന്ന നയം കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇറാനിലും വെനസ്വേലയിലും ഉണ്ടായ മാറ്റങ്ങൾക്ക് ശേഷം ലോകം ഉറ്റുനോക്കുന്നത് വടക്കൻ കൊറിയയുടെ ഏകാധിപതി കിം ജോങ് ഉന്നിലേക്കാണ്. ഇറാനിലെ പരമാധികാരിയായിരുന്ന ഖമേനി കൊല്ലപ്പെടുകയും മഡുറോ അമേരിക്കൻ സേനയുടെ പിടിയിലാവുകയും ചെയ്തത് ട്രംപിന്റെ വിദേശ നയത്തിന്റെ നേർചിത്രമാണ് വെളിപ്പെടുത്തിയത്. ശത്രുരാജ്യങ്ങളിലെ ഭരണ നേതൃത്വങ്ങളെ നേരിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന ഈ രീതി വടക്കൻ കൊറിയയ്ക്കും ഒരു മുന്നറിയിപ്പാണ്. എന്നാൽ വടക്കൻ കൊറിയയുടെ സാഹചര്യം ഇറാനിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ തികച്ചും വ്യത്യസ്തമാണ്. കിം ജോങ് ഉന്നുമായി വ്യക്തിപരമായ സൗഹൃദം അവകാശപ്പെടുന്ന വ്യക്തിയാണ് ട്രംപ്. മുൻപ് പലതവണ ഇരുവരും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു സൈനിക നീക്കത്തെക്കാൾ ഉപരിയായി ഗ്രാൻഡ് ഡീൽ എന്ന നയതന്ത്ര നീക്കത്തിനാകും ട്രംപ് ഒരുപക്ഷെ മുൻഗണന നൽകാൻ സാധ്യത. എങ്കിലും കിം ജോങ് ഉൻ ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത പക്ഷം മഡുറോ നേരിട്ടതിന് സമാനമായ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും വടക്കൻ കൊറിയയ്ക്ക് മേൽ ഉണ്ടായേക്കാം. ഇറാനിലെയും വെനസ്വേലയിലെയും ഭരണമാറ്റങ്ങൾ വടക്കൻ കൊറിയൻ സൈന്യത്തിനുള്ളിലും ജനങ്ങൾക്കിടയിലും ഭീതി ഉണ്ടാക്കാൻ അമേരിക്ക ഉപയോഗിച്ചേക്കാം. സൈനികമായ ഒരു നീക്കത്തെക്കാൾ ഉപരിയായി ആഭ്യന്തരമായ തകർച്ചയ്ക്കും ഭരണമാറ്റത്തിനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാവും ട്രംപ് പുറത്തെടുക്കുക. എങ്കിലും കിം ജോങ് ഉന്നിനെ നേരിടുക എന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. റഷ്യയുമായും ചൈനയുമായും വടക്കൻ കൊറിയ പുലർത്തുന്ന അടുത്ത ബന്ധം അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. നമുക്കറിയാം, റഷ്യയും ചൈനയും ലോകത്തെ രണ്ട് പ്രബലമായ രാഷ്ട്രങ്ങളാണ്. സാമ്പത്തികമായും സൈനികപരമായും എല്ലാം ഒരുപാട് മുന്നിലാണ് ഈ രണ്ട് രാജ്യങ്ങളും. ഒരുപക്ഷെ അമേരിക്കയുടെ മുട്ടാൻ സാധിക്കുന്ന രീതിയിലുള്ള സന്നാഹങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കൻ കൊറിയയുടെ കാര്യത്തിൽ ട്രംപ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകില്ല. അങ്ങനെയാണെങ്കിൽ പോലും അതിന് നയതന്ത്രപരമായി പല കളികളും ട്രംപിന് കളിക്കേണ്ടതായി വരും. നമ്മൾ ഈ ഇസ്രായേല് ഇറാനെ ആക്രമിച്ച സാഹചര്യത്തിൽ കിം ജോങ് ഉന്നിനെ കുറിച്ചുള്ള കുറെ രസകരമായ ട്രോൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കിം ജോങ് ഉൻ ഇറാനെ പിന്തുണച്ചോ അല്ലെങ്കിൽ ഇവരെ സഹായിച്ചൊന്നും എത്തുന്നില്ല, എപ്പോഴാണ് കിം ജോങ് ഉൻ ഈ യുദ്ധത്തിൽ ജോയിൻ ചെയ്യുന്നത്, അത്തരത്തിലുള്ള എവിടെയാണ് കിം ജോങ് ഉൻ, അങ്ങനെയൊക്കെയുള്ള രസകരമായ കുറെ ട്രോളുകൾ ഈ അടുത്ത കാലത്ത്, അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു. എപ്പോഴാണ് വടക്കൻ കൊറിയ ആണവായുധം പുറത്തെടുക്കുന്നത്, അത്തരത്തിലുള്ള കുറച്ച് ട്രോളുകൾ. അപ്പോഴെല്ലാം സോഷ്യൽ മീഡിയ തിരയുകയായിരുന്നു കിം ജോങ് ഉന്നിനെ. യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യക്ക് സൈനിക സഹായം നൽകുന്ന കിമ്മിനെ തൊടുന്നത് പുടിനെ പ്രകോപിപ്പിക്കാൻ കാരണമാകും. അത് ശരിക്കും ട്രംപ് ചിന്തിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ. നമുക്കറിയാം, കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും തമ്മിൽ വളരെ നല്ല സൗഹൃദമുണ്ട്. പരസ്പരം സമ്മാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന കാഴ്ചകൾ ലോകം കണ്ടതാണ്. വടക്കൻ കൊറിയയുടെ കാര്യത്തിൽ ട്രംപ് വളരെ കരുതലോടുകൂടിയുള്ള നീക്കങ്ങളാണ് നടത്തുക. ട്രംപിന്റെ വിദേശ നയം എന്നും പ്രവചനാതീതമാണ്. ഖമേനിയുടെയും മഡുറോയുടെയും പതനം ഒരു തുടക്കം മാത്രമാണെങ്കിൽ വടക്കൻ കൊറിയയിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം നാം ഉടൻ പ്രതീക്ഷിക്കേണ്ടി വരും. കിം ജോങ് ഉൻ ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ അതോ അമേരിക്കയുടെ അടുത്ത ഇരയായി മാറുമോ എന്നത് വരും മാസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ തീരുമാനിക്കും. ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാരണവശാലും ലോകം ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകാൻ പാടുള്ളതല്ല. ഏതെങ്കിലും രീതിയിൽ അമേരിക്ക വടക്കൻ കൊറിയയെ ആക്രമിച്ചാൽ കിം ജോങ് ഉന്നിനെ സഹായിക്കാൻ എത്തുന്നത് റഷ്യയും ചൈനയും ഒക്കെ ആയിരിക്കും. അത്തരത്തിലൊരു നീക്കം നടന്നാൽ
അത് ലോക സമാധാനത്തെ ബാധിക്കുന്ന ഒന്നുകൂടിയായിരിക്കും.